അമ്മ: പപ്പുസേ, എവിടാ നീ? പപ്പു: ഞാൻ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോവമ്മേ. അമ്മ: അങ്ങനെ നീ ഇപ്പോ കളിക്കാൻ പോവണ്ട. പപ്പു: പിന്നെ? അമ്മ: ഞാനേ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നീ ആദ്യം പഠിക്കാൻ നോക്ക്. ഞാൻ: ആഹാ, ക്ലാസ് കഴിഞ്ഞ് 3 കൊല്ലായി, എന്നിട്ട് ഇപ്പൊ പഠിക്കാനോ? അമ്മ: അതെ, എത്ര കൊല്ലം കഴിഞ്ഞാലും ഈ പരീക്ഷ എഴുതാം. പപ്പു: വേണ്ട അമ്മേ, ഞാൻ അച്ഛന്റെ കൂടെ കടയിൽ പോവാം. അമ്മ: അത് കാലത്ത് പൊക്കോ. ഇപ്പൊ നീ ആ രതിയുടെ വീട്ടിൽ ചെല്ല്, അവള് നിന്നെ പഠിപ്പിക്കും. അയ്യേ, 19 വയസ്സ് കഴിഞ്ഞ് ഞാൻ ഇനി 10ാം ക്ലാസ് പഠിക്കേ? എന്റെ കൂട്ടുകാർ കളിയാക്കും. അവരൊക്കെ ഇപ്പൊ ഡിഗ്രി പഠിക്കുക. അമ്മ: നീ ഇങ്ങനെ കളിച്ചു നടന്ന് തോറ്റതല്ലേ? പാസ്സായാൽ നിന്നെ അമ്മാവൻ ഗൾഫിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോൻ എന്തായാലും പഠിച്ചേ പറ്റൂ. പപ്പു: ഷോ, ഈ അമ്മ. അമ്മ: ഇന്നാ ബുക്സ് എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതാ ചെല്ല്, ഞാൻ രതിയോട് പറഞ്ഞിട്ടുണ്ട്. അവള് ജോലി കഴിഞ്ഞ് ഇപ്പൊ എത്തിക്കാണും. അമ്മയുടെ നിർബന്ധം മൂലം പപ്പു അങ്ങനെ ട്യൂഷന് രതിചേച്ചിയുടെ വീട്ടിലേക്ക് പഠിക്കാൻ പോവാമെന്ന് സമ്മതിച്ചു. രതിക്ക് 30 വയസ്സ് പ്രായമുണ്ടെങ്കിലും ജാതകം പ്രശ്നമുള്ളതുകൊണ്ട് കല്യാണം കഴിയാതെ നിൽക്കുകയാണ്. അവൾ അക്കൗണ്ട്സ് കൺസൾട്ടന്റായി ജോലി ചെയ്യുന്നു. അമ്മയും അവളും മാത്രമാണ് വീട്ടിലുള്ളത്. അമ്മ നൂൽ കമ്പനിയിൽ ജോലി നോക്കുന്നു. അവരുടെ ആ പ്രദേശത്ത് രതിയുടെ പിന്നാലെ നടക്കാത്ത ഒരാണുങ്ങൾ പോലുമില്ല. അത്രയും സുന്ദരിയായിരുന്നു അവൾ. കടഞ്ഞെടുത്ത ശരീര സൗന്ദര്യമാണ് രതിക്കെന്ന് പപ്പു കളിക്കാൻ പോകുമ്പോൾ ചേട്ടന്മാർ പറയുന്നത് അവൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പപ്പുവിനങ്ങനെ ഒരു വിചാരമൊന്നും ഉണ്ടായിരുന്നില്ല. രതിയാണേൽ അതേസമയം കുളിക്കുകയായിരുന്നു. ജോലി കഴിഞ്ഞ് ബസ്സിൽ വരുമ്പോൾ സീറ്റിലിരിക്കുന്ന രതി ഒരു കാഴ്ച കണ്ട ആകെ മൂടായി വിരലിടുകയായിരുന്നു. ബസ്സിൽ തൊട്ടടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയുടെ മുലയിൽ പുറകിൽ നിന്ന് ചെക്കൻ പിടിച്ചു ഞെക്കുന്നു. നല്ല തിരക്കുള്ളതുകൊണ്ട് ആരും കാണാതെയാണ് പരിപാടി. 2 പേരും കോളേജിൽ പഠിക്കുന്ന പ്രായം കാണും. ചിലപ്പോൾ കമിതകളാവാം. ചുരിദാറിന് മുകളിൽ കൂടെയാണ് അവൻ മുല പിടിച്ചു ഞെക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ രതിക്ക് മേലാകെ ഒരു കുളിരി കേറി. പിന്നെ അവൾ ഞെട്ടിയത് ആ പെണ്ണിന്റെ ചുരിദാർ സ്ലിറ്റിനിടയിലൂടെ കൈ ഉള്ളിലേക്ക് കടത്തിയത് കണ്ടാണ്. ആ പെണ്ണ് ആദ്യമൊന്ന് വിറയ്ക്കുന്നത് കണ്ട രതിക്ക് അവളുടെ പൂവിലിപ്പോ അവന്റെ കൈ കൊണ്ട് കാണുമെന്ന് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞ് ആ പെണ്ണ് ചെക്കന്റെ കൈ പുറത്തേക്കെടുത്തു അവനെ ഒന്ന് പുഞ്ചിരിയോടെ നോക്കിയപ്പോൾ അവൾക്ക് പോയി കാണുമെന്ന് രതിക്ക് മനസ്സിലായി. അപ്പോഴാണ് ആ പെണ്ണ് രതി അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടത്. പെട്ടെന്നൊരു പരിഭ്രമത്തോടെ അവൾ കുറച്ചു മുന്നോട്ട് കയറി നിന്നു. രതിക്കാണെങ്കിൽ ആകെ നനവ് പടർന്നു വന്നിരുന്നു. അങ്ങനെ അവൾ വീട്ടിലെത്തി. കുളിക്കാൻ നേരം ദേഹമാസകലം രോമാഞ്ചം വന്ന രതി പതിയെ പൂറിനെ തഴുകാൻ തുടങ്ങി. ഇത്രയും പ്രായമായില്ലേ, അതിന്റെ വികാരങ്ങളുണ്ടാവില്ലേ? ആകെ കാട് പിടിച്ചു കിടക്കുകയാണ്. അങ്ങനെ ഇപ്പോ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. കൂടാതെ കക്ഷവും ക്ലീനാക്കില്ല. ഭർത്താവും കാമുകനുമൊന്നുമില്ലാത്ത ഞാൻ എന്തിനാ അതെല്ലാം ചെയ്യണമെന്നായിരുന്നു അവളുടെ മനസ്സിൽ. പക്ഷെ പീരീഡ്സ് കഴിഞ്ഞ അവൾ യോനി തടം വൃത്തിയാക്കും. പപ്പു: ചേച്ചി, രതി ചേച്ചി. രതി അങ്ങനെ വിരലിട്ട് നിൽക്കുന്ന സമയമാണ് പപ്പുവിന്റെ വിളി കേട്ടത്. അപ്പോഴാണ് പപ്പു ട്യൂഷന് വരുമെന്ന കാര്യം അവൾ ഓർത്തത്. വിരലിട്ടൽ പാതിയിൽ നിർത്തി അവൾ വേഗം കുളിച്ചിറങ്ങി. രതി: ആ പപ്പു, കേറിവാടാ. അവളൊരു ഷർട്ടും പാവാടയുമാണ് വേഷം. നനഞ്ഞ മുടി തുടച്ചുകൊണ്ടാണ് അവളുടെ വരവ്. ഷർട്ടിൽ അവളുടെ മുലഞ്ഞേട്ടി കുറച്ചു തുറിച്ചു നിൽക്കുന്നത് പപ്പു ഒരു മിന്നായം പോലെ നോക്കി. എന്നാൽ രതി അത് ശ്രദ്ധിച്ചില്ല. അവന്റെ തോളിൽ കൂടി കൈയിട്ട് രതി അകത്തേക്ക് നടന്നു. രതിയുടെ മാറുവരേ അവൻ ഉയരമുള്ളൂ. മുള്ളിത്തെറിച്ച പോലുള്ള ബന്ധം രതിക്ക് പപ്പുവുമായി ഉണ്ട്. അതുകൊണ്ടുതന്നെ പണ്ടു മുതലേ 2 പേർക്കും പരിചയമുണ്ട്. രതി: ആ മോൻ ഇവിടെ ഇരിക്കേ. പപ്പു അവിടെ കസാരയിലിരുന്നു. രതി: എന്തുപറ്റി പപ്പൂസേ, പഠിക്കാനൊക്കെ തോന്നിയേ? പപ്പു: ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ ചീച്ചി. മാമൻ ഗൾഫില് കൊണ്ടുപോകാന്ന് പറഞ്ഞു, അതാ. രതി: ആ, അതിന് 10 പാസ്സാവണമല്ലേ? പപ്പു: അതെ ചേച്ചി. രതി: മോൻ ആദ്യം ഇംഗ്ലീഷ് ബുക്ക് എടുത്ത് വായിച്ചു നോക്ക്, ചേച്ചി ഇപ്പൊ വരാം. പപ്പു: ശരി ചേച്ചി. രതി അങ്ങനെ റൂമിലേക്ക് ചെന്നു. ബ്രായും ഷെഡ്ഡിയും ഇടാനാണ് അവൾ പോയത്. അവൾ അതെല്ലാം ഇട്ട് പപ്പുവിനൊരു ചായയുമായി വന്നു. രതി: പപ്പുസേ, ചായ കുടിക്ക്. പപ്പു ചായ വാങ്ങി കുടിക്കാൻ തുടങ്ങി. രതിചേച്ചിയെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇത്രയും അടുത്ത് കണ്ടപ്പോഴാണ് അതവന് മനസ്സിലായത്. മുന്നും പലതവണ ചേച്ചിയുടെ കൂടെ അടുത്തു പെരുമാറിയിട്ടുണ്ട്. പക്ഷെ പ്രായപൂർത്തിയായതിനു ശേഷമാണ് പെണ്ണുങ്ങളുടെ സൗന്ദര്യമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നല്ല വട്ടമുഖവും ഉരുണ്ട കണ്ണും തടിച്ചു വിടർന്ന ചുണ്ടും കൂടി കാണാൻ നല്ല ഭംഗിയാണ്. ചായ കുടിക്കുന്ന ചേച്ചിയുടെ ചുണ്ടിൽ ഗ്ലാസ് മുട്ടി നിൽക്കുന്നതും ഇടയ്ക്ക് നാവിന്റെ തുമ്പ് പുറത്തേക്ക് വന്ന് ചുണ്ടിൽ കൊള്ളുന്നതും കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. രതി: ചായ കുടി കഴിഞ്ഞോ പപ്പു? പപ്പു: ആ, ഇന്നാ ചേച്ചി.
ചായ ഗ്ലാസ് ചേച്ചിക്ക് കൊടുത്ത് അവൻ പറഞ്ഞു. രതി ഗ്ലാസ് എടുത്തുവെച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്നും മുടി തുടയ്ക്കാൻ തുടങ്ങി. പപ്പു ആണെങ്കിൽ അത് നോക്കിയിരിക്കുകയാണ്. നല്ല വിരിഞ്ഞ പുറം അരക്കെട്ടിലേക്ക് വരുമ്പോൾ ഒതുങ്ങിപ്പോകുന്നു. പിന്നെ അവിടെ നിന്ന് ചന്തികളുടെ ഒരു ഉയർച്ചയാണ് കാണുന്നത്. വിരിഞ്ഞ അരക്കെട്ടിൽ വിടർന്ന് തള്ളി നിൽക്കുന്ന ചന്തികൾ കാണാൻ നല്ല ഭംഗിയാണ്. പാവാട കാൽമുട്ടിന് താഴെ വരെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. കണ്ണാടിയിൽ കൂടി രതിചേച്ചിയുടെ മാറങ്ങനെ തള്ളി നിൽക്കുന്നത് കാണാം. മാറിന് പകത്തിനുള്ള വലിപ്പമേ ഉള്ളൂ. രതി: എന്താ പപ്പു നോക്കുന്നേ? പഠിക്കടാ. പപ്പു: ചേച്ചി എന്താ പൊട്ടുവെക്കാത്തത്? രതി: ആഹാ, നീ അത് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? പപ്പു: ആ, ചേച്ചി പൊട്ടുവെച്ച് ഞാൻ ഇതുവരെ കണ്ടില്ല. രതി: ആഹാ, ഇപ്പൊ കണ്ടില്ലേ? അവളൊരു പൊട്ടു തൊട്ടുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. പപ്പു: ആ, ഇപ്പൊ ചേച്ചിയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. രതി: ഹോ, അപ്പം മുൻപ് ഞാൻ സുന്ദരിയല്ലേടാ? പപ്പു: അങ്ങനെയല്ല ചേച്ചി, ഇപ്പൊ കുറച്ചുകൂടി സൗന്ദര്യം കൂടിയെന്നാ ഉദ്ദേശിച്ചത്. രതി: തടി തപ്പി, പഠിക്കാൻ നോക്കടാ വേഗം. അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി. പപ്പു ഇരുന്ന് പഠിക്കാനും. അങ്ങനെ പപ്പു ഇരുന്ന് ഇംഗ്ലീഷ് പാഠം വായിച്ച് പഠിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അവനൊരു സംശയം. ചേച്ചിയെ വിളിക്കാൻ തിരിഞ്ഞതും രതി അവന്റെ തൊട്ടു പുറകിൽ നിൽക്കുന്നത് കണ്ടു. പപ്പു: ഹാ, ചേച്ചി പുറകിലുണ്ടായിരുന്നോ? രതി: ആ, നീ പഠിക്കുന്നുണ്ടോന്ന് നോക്കണ്ടേ? പപ്പു: ഇതെങ്ങനെയാ വായിക്കാ ചേച്ചി? അവൻ ബുക്കിൽ തൊട്ട് കാണിച്ചു ചോദിച്ചു. രതി: എവിടെ നോക്കട്ടെ. അവൾ കുറച്ചു കുനിഞ്ഞിരുന്ന് ബുക്കിലേക്ക് നോക്കിയതും അവളുടെ വയർ അവന്റെ തോളിൽ ചെറുതായി അമർന്നു നിന്നിരുന്നു. നല്ല സോഫ്റ്റായിരുന്നു വയർ. നല്ല ചന്ദനത്തിന്റെ മണമായിരുന്നു രതിക്ക്. അവന്റെ തോളിൽ കൂടി നോക്കുന്ന അവളുടെ സോപ്പിന്റെ മണം ശരിക്കവന് കിട്ടി. രതി അങ്ങനെ അവന്റെ സംശയം പറഞ്ഞുകൊടുത്തു. പിന്നെ അവന്റെ അടുത്ത് കസാരയിട്ടിരുന്നു. രതി: എങ്ങനെയുണ്ട് വായിച്ചിട്ട്? വല്ലതും തലയിൽ കേറുമുണ്ടോ? പപ്പു: കുറച്ച്. രതി: എന്നാ ഞാൻ ചോദിക്കാം, മോൻ എഴുതിക്കോ. പപ്പു: അയ്യോ, അത്രയുമായില്ല. രതി: അറിയുന്നത് എഴുതിയാൽ മതി പപ്പു. നാളെ മുതൽ ചേച്ചി ശരിക്കു പറഞ്ഞുതരാം. പപ്പു: അല്ല, ഇങ്ങനെ ഇരുന്ന് എഴുതാൻ പറ്റില്ല. രതി: എന്ന മോൻ നിലത്തിരുന്നോ, നാളെ ചേച്ചിയുടെ മേശ ഇട്ടുതരാം. പപ്പു: ശരി ചേച്ചി. അങ്ങനെ പപ്പു നിലത്തിരുന്നു. കൂടെ രതിയും അവന്റെ മുന്നിലിരുന്നു. അവൾ ഓരോ ചോദ്യങ്ങൾ ബുക്കിൽ നോക്കി ചോദിച്ചു. പപ്പു എഴുതാനും. രതി: നോക്കട്ടെ എഴുതിയത്. അവന്റെ ബുക്ക് അടുത്തേക്ക് നീക്കിവെച്ച് അവൾ കുനിഞ്ഞിരുന്ന് നോക്കാനാണ് പപ്പു ആ കാഴ്ച കണ്ടത്. ഷർട്ടിന്റെ കഴുത്തിനുള്ളിൽ കൂടി മുലകളുടെ തുടക്കം അവന് കാണാം. അവൾ കുറച്ചുകൂടി കുനിഞ്ഞു. ഇപ്പോൾ മുലച്ചാളിന്റെ തുടക്കം അവന് കാണാമായിരുന്നു. ഒരു പ്രത്യേക ഭംഗിയാണ് ആ കാഴ്ച. രതി: ഒന്നും ശരിയല്ലല്ലോ പപ്പു. പപ്പു: ഞാൻ പറഞ്ഞില്ലേ ചേച്ചി. അപ്പോഴാണ് രതിയുടെ അമ്മ രേണുക വന്നത്. രതി: ശരി, ഇന്നിനി മതി. രേണുക: ആഹാ, കഴിഞ്ഞോ പപ്പു? പപ്പു: ആ, കഴിഞ്ഞു അമ്മായി. രതി: ആദ്യം ദിവസമല്ലേ, അതുകൊണ്ട് വേഗം നിർത്തി. രേണുക: എടി, ചെക്കന് കഴിക്കാൻ വല്ലതും കൊടുത്തോ? രതി: എവിടുന്ന്, ഞാനും ഒന്നും കഴിച്ചില്ല. രേണുക: എന്നാ നീ പോയി പുട്ടുപൊടി വാങ്ങി വന്നേ, പെട്ടെന്നുണ്ടാക്കിത്തരാം. പപ്പു: അയ്യോ, വേണ്ട അമ്മായി, ഞാൻ പോവാ. രതി: അവിടെ നിക്ക് ചെക്കാ, വീട്ടിൽ പോയിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. പപ്പു: കളിക്കാൻ. രതി: ഇനി കുറച്ചുനാൾ കളിയൊന്നും വേണ്ട, വാ എന്റെ കൂടെ. അങ്ങനെ പപ്പുവും രതിയും കൂടി കടയിലേക്ക് നടന്നു. വഴിയിൽ കാണുന്ന ആളുകളെല്ലാം രതിചേച്ചിയെ നല്ലോണം നോക്കുന്നുണ്ട്. എന്നാൽ രതി അതൊന്നും ശ്രദ്ധിക്കാതെ നടന്നു. അങ്ങനെ അവർ കടയിൽ പോയി തിരിച്ചു വന്നു. രേണുക: ഇന്നാ പപ്പു കഴിക്ക്. രതി: നിലത്തിരുന്നോ പപ്പു? മേശയൊന്നുമില്ല. പപ്പു: അത് സാരമില്ല ചേച്ചി. ചുമരിനോടടുത്ത് ചമ്രം പിണഞ്ഞ് പപ്പുവും രതിയും ഇരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പപ്പു അത് കണ്ടത്. രതിചേച്ചിയുടെ പാവാട 2 കാൽമുട്ടിൽ നിന്ന് പൊങ്ങി തുട രണ്ടും കുറച്ച് പുറത്തു കാണുന്നുണ്ട്. പാവാട കുറച്ചുകൂടി കയറിപ്പോകുമ്പോൾ ചേച്ചി അത് പിടിച്ച് വലിച്ചിടുന്നുണ്ട്. രേണുക: ഹോ, കുറച്ചുകൂടി ഇറക്കം കുറവുള്ള പാവാടയിടായിരുന്നു. അമ്മായി വരുന്നത് കണ്ട് ഞാൻ നോട്ടം മാറ്റിയിരുന്നു. ചേച്ചിയുടെ തുട കണ്ടാണ് അമ്മായി അത് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി. രതി: ഇവിടെ ഇപ്പൊ ആര് കാണാനാ അമ്മേ? രേണുക: ഹാ, നീ ഇതു ഇട്ടോണ്ടല്ലേ കടയിൽ പോയത്? രതി: അല്ല, കടയിലേക്ക് വേറെ ഇട്ടാ പോയത്. രേണുക: എന്നാ കുഴപ്പമില്ല. രതി: ഈ പാവാടിയും ഇറക്കമുള്ളതാ, ഇടിക്കുമ്പോ കുറച്ച് കയറിപ്പോകുമെന്നേയുള്ളൂ. രേണുക: ആ, വേറെ വല്ലൊരു ഉള്ളപ്പോൾ ഇങ്ങനെ ഇരിക്കാതിരുന്നാ മതി. രതി: അതെനിക്കറിയില്ലേ. അപ്പൂ, കഴിക്കടാ നോക്കിയിരിക്കാതെ. അവൻ വേഗം കഴിക്കാൻ തുടങ്ങി. രതി: പപ്പു, ബുക്സ് എല്ലാം ഇവിടെ വെച്ചോ, നീ ഇനി വീട്ടിൽ പോയി പഠിക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ പപ്പു അവിടെ കുറച്ചുനേരം ചെലവഴിച്ചാണ് വീട്ടിലേക്ക് പോയത്. അവന്റെ വീട്ടിലേക്ക് അവിടെ നിന്നൊരു 200 മീറ്റർ ദൂരം കാണും. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ വേഗം പോയി. പപ്പുവിന് രതിചേച്ചിയുടെ സാമീപ്യം വളരെ ഇഷ്ടമായി. അതുപോലെ രതിക്ക് തിരിച്ചും. രണ്ടുപേരും നല്ല കൂട്ടായി എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു ദിവസം അടുത്തുള്ള ഒരു ചേട്ടൻ രതിചേച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞൊരു കത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. രതി ജോലി കഴിഞ്ഞ് അവന്റെ വീടിന് മുന്നിലൂടെയാണ് നടന്നു പോകുന്നത്. ബസ് ഇറങ്ങി കുറച്ചു ദൂരം നടക്കാനുണ്ട്.